പടം ഇഷ്ടമായോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമായി. ഒരു തരക്കേടില്ലാത്ത ഡീസൻറ്റ് ഫാമിലി ഡ്രാമ, അതാണ് വിശ്വനാഥൻ സൺസ്. വലിയ ഹൈ മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലാതെ ഫ്ലാറ്റായി പോകുന്ന ഒരു സിനിമയാണെങ്കിലും അത്യാവശ്യം ബോറടിക്കാതെ നല്ലൊരു ഫ്ലോയിൽ കൊണ്ടുപോകുന്നുണ്ട്. ലക്കി ഭാസ്കറിന് ശേഷം വെങ്കി അട്ലൂരി ചെയ്യുന്ന സിനിമയാണെന്ന് പറഞ്ഞിട്ട് ആ ലെവലിൽ സിനിമയൊന്നും പ്രതീക്ഷിച്ച് പോകരുത്. കഥയൊന്നും ചുരുക്കി പറഞ്ഞാൽ അമ്മയോടൊപ്പം ജീവിക്കുന്ന സഞ്ജയ് വിശ്വനാഥ് എന്നുള്ള റിച്ച് ആയിട്ടുള്ള ഒരു പേഴ്സൺ, റിച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള പേഴ്സൻ്റെ ജീവിതത്തിലേക്ക് തന്നേക്കാൾ ഒരുപാട് പ്രായം കുറഞ്ഞിട്ടുള്ള മാഡി എന്നൊരു പെൺകുട്ടി എത്തുന്നതും അതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകളും പരിപാടികളൊക്കെയാണ് മെയിൻ പ്ലോട്ട്. വെങ്കി അട്ലൂരിയുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് ആയിട്ട് എനിക്ക് ഈ സിനിമയിൽ തോന്നിയത് ഫാമിലി ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ആൾ ഭയങ്കര കൺട്രോളിൽ ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്തും ഭയങ്കര ഡ്രാമയായിട്ടോ അല്ലെങ്കിൽ ഒരു സീരിയൽ ലെവലിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉള്ള സീനുകളൊക്കെ എത്തുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ലൈറ്റ് മൊമെൻറ്റോ ഒരു കോമഡി സീനൊക്കെ വെച്ചിട്ട് ആൾ അതിനെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ആൻഡ് ദ വൺ സൂര്യ, ആളെ കുറിച്ച് പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഭയങ്കര രസത്തിൽ ആൾ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു വിൻറ്റേജ് സൂര്യനെ കാണാൻ പറ്റിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു സിലിണ്ടർ കാതൽ അല്ലെങ്കിൽ ഗജനിയിലൊക്കെ കണ്ട ആ ഒരു ചാർമിങ് സൂര്യനെ പല ഭാഗത്തും കാണാൻ കിട്ടി. സെക്കൻഡ് ഹാഫിൽ ഒരു ഫോൺ വെച്ചിട്ടുള്ള ഒരു ഇമോഷണൽ സീനുണ്ട്. ആ സമയത്ത് അങ്ങേരുടെ പെർഫോമൻസ്. പിന്നെ സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മമിത ബൈജു. ഒന്ന് പാളിയാൽ എന്തായാലും ക്രിഞ്ചാവാൻ ചാൻസ് ഉള്ള ഒരു ക്യാരക്ടർ, പക്ഷേ ഒരു മീറ്റർ പിടിച്ച് വളരെ നല്ല രീതിയിൽ വളരെ നീറ്റായിട്ട് മമിത അത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മമിതയും രാധിക ശരത്കുമാറും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ ഭയങ്കര രസമായിരുന്നു. വിഷ്വൽസൊക്കെ ഭയങ്കര രസമായിരുന്നു. ജി വി പ്രകാശിൻ്റെ മ്യൂസിക് അടിപൊളിയായിരുന്നു. സോങ്സ് ഓൾസോ സർപ്രൈസിംഗ്ലി ഇടയ്ക്ക് വരുന്ന 2 ആക്ഷൻ ബ്ലോക്കുകൾ നല്ലതായിരുന്നു. അങ്ങനെ ഭയങ്കര സംഭവം അല്ലെങ്കിലും കോമഡിയും ഫാമിലി മൊമെൻറ്റ്സൊക്കെ ആയിട്ട് അത്യാവശ്യം എൻ്റർടൈൻ ചെയ്തിട്ട് ഒരു കംഫർട്ടബിൾ ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫാണ് സിനിമയുടെ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം. അതുവരെ സിനിമ പോയിക്കൊണ്ടിരുന്ന ഒരു മെയിൻ പ്ലോട്ടിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് ഒരു കല്യാണവും അതിൻ്റെ കുറേ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങോട്ട് മാറും. അതൊന്നും എനിക്ക് ഒട്ടും കണക്റ്റായില്ല. ഇനി ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ക്ലൈമാക്സിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ക്ലൈമാക്സിന് തൊട്ട് മുമ്പുള്ള പ്രീ ക്ലൈമാക്സ് എൻഡിങ് ആയിരുന്നു. ആ പോർഷൻ കുറച്ചുകൂടി സെൻസിബിളും റെസ്പോൺസിബിളായിട്ട് തോന്നി. അതായിരുന്നു സിനിമയുടെ ആക്ച്വൽ ക്ലൈമാക്സ് എങ്കിൽ എനിക്ക് ഈ സിനിമ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടാണ്. സോ ഓവറോൾ പെർഫെക്റ്റ് സിനിമയൊന്നും അല്ല. ചില വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ കംഫർട്ടബിളായി കാണാൻ പറ്റുന്ന ഒരു പ്ലസൻറ്റ് ഫാമിലി എൻ്റർടൈനർ. അതാണ് വിശ്വനാഥൻ സൺസ്.